അപ്പോൾ ശബരിമല സ്വർണ്ണപ്പാളികളിൽ നിന്ന് SIT പരിശോധനയ്ക്കായി മുറിച്ചത് വലിയ ഭാഗങ്ങളാണ്. മുറിച്ചെടുത്തവയിൽ ദ്വാരപാലക ശില്പത്തിന്റെ കൈയിന്റെ ഭാഗവുമുണ്ട്. പാളികൾ ഈ രൂപത്തിൽ ദീർഘകാലം വയ്ക്കാൻ കഴിയില്ലെന്ന് തന്ത്രി പറഞ്ഞു. അംഗഭംഗം വന്നെങ്കിലും തൽക്കാലം സ്ഥാപിക്കാമെന്ന് തന്ത്രി പറഞ്ഞതനുസരിച്ച് പാളികൾ പുനഃസ്ഥാപിച്ചു. സന്നിധാനത്ത് SIT നടത്തിയ നിർണായകമായ തെളിവെടുപ്പ് പൂർത്തിയായി. കഴിഞ്ഞ ദിവസം നട തുറന്നതിന് പിന്നാലെ തുടങ്ങിയ പരിശോധന ഇന്നലെ വൈകിട്ട് 5 മണിയോടെയാണ് അവസാനിച്ചത്. VS വിഷ്ണു ഉണ്ട് വിവരങ്ങൾ നൽകാനായി. വിഷ്ണു, അങ്ങനെ SITയുടെ പരിശോധന ഇന്നലെ പൂർത്തിയായിരുന്നു. പ്രധാനമായും ഈ പാളികളിൽ മേലൊക്കെയാണ് പരിശോധന നടത്തിയത്. ഇതിന്റെ ഭാഗമായിട്ട് ആ ഒരു ഭാഗം മുറിച്ച് കൊണ്ടുപോകേണ്ടതായി വന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിലേതെങ്കിലും തരത്തിലുള്ള ഒരു പ്രശ്നമാണോ ഇപ്പോൾ ഉന്നയിക്കപ്പെടുന്നത്? ബന്ധപ്പെട്ട് SIT നടത്തിയ നിർണായക പരിശോധന ഇന്നലെ വൈകിട്ട് 5 മണിയോടുകൂടിയാണ് പൂർത്തിയായത്. കുംഭമാസ പൂജകൾക്കായി ശബരിമല നട തുറന്നതിന് പിന്നാലെയാണ് SIT സംഘം ശബരിമലയിൽ എത്തുന്നതും ശബരിമല ശ്രീകോവിലിന് ചുറ്റുമുള്ള സ്വർണ്ണപ്പാളികളിൽ നിന്ന് സാമ്പിൾ ശേഖരിക്കുന്നതിനായുള്ള നടപടി ആരംഭിച്ചതും. പ്രത്യേകിച്ച് സാമ്പിൾ ശേഖരിച്ച് ശ്രീകോവിലിന് ചുറ്റുമുള്ള നടയിൽ നിന്നാണ് അവിടുന്ന് സ്വർണ്ണപ്പാളികൾ എടുത്ത് പ്രത്യേകിച്ച് ദ്വാരപാലക ശില്പത്തിലുള്ള സ്വർണ്ണ ഭാഗങ്ങൾ എടുത്തുമാണ് SIT അന്വേഷണം ആരംഭിച്ചത്. SIT കൂടുതൽ പരിശോധനയ്ക്കായി ഈ സ്ഥലങ്ങളിൽ നിന്ന് സാമ്പിൾ ശേഖരിച്ചിട്ടുണ്ട്. ഈ സാമ്പിളുകളാണ് ബാംഗ്ലൂരിലെ വിദഗ്ധ ലാബിലേക്ക് എത്തിക്കേണ്ടതും പലതരത്തിലുള്ള പരിശോധനകൾക്ക് വിധേയമാക്കേണ്ടതും. സ്വർണ്ണപ്പാളിയിൽ നിന്ന് മുറിച്ചത് വലിയ ഭാഗങ്ങളാണ്. ദ്വാരപാലക ശില്പത്തിന്റെ കൈയുടെ ഭാഗം മുറിച്ചെടുത്തിട്ടുണ്ട്. പാളികൾ ഈ രൂപത്തിൽ ദീർഘകാലം വയ്ക്കാൻ കഴിയില്ലെന്ന് തന്ത്രിയുടെ കർശന നിർദ്ദേശമുണ്ടായിരുന്നു. തന്ത്രിയുടെ പരിശോധനയ്ക്ക് ശേഷമാണ് പാളികൾ പുനഃസ്ഥാപിച്ചത്. അംഗഭാഗം വന്നെങ്കിലും തൽക്കാലം സ്ഥാപിക്കാമെന്ന് തന്ത്രി പറഞ്ഞു. ഇതുപോലെ പരിശോധനയ്ക്കായി ദ്വാരപാലക ശില്പത്തിലെ പാളികൾ എടുത്തപ്പോൾ അതിൽ നിന്ന് വലിയ ഭാഗങ്ങൾ മുറിച്ചു മാറ്റിയപ്പോൾ, പ്രത്യേകിച്ച് കൈയുടെ ഭാഗം മുറിച്ചു മാറ്റിയപ്പോൾ പലതരത്തിലുള്ള അംഗഭാഗം സംഭവിച്ചിട്ടുണ്ട്. ക്ഷേത്രവിശ്വാസത്തെ സംബന്ധിച്ച് അങ്ങനെയുള്ള അംഗഭംഗം വന്നിരിക്കുന്ന രൂപങ്ങളൊന്നും സ്ഥാപിക്കാറില്ല. പക്ഷേ തന്ത്രിയുടെ നിർദ്ദേശം കുഴപ്പമില്ല, തൽക്കാലം സ്ഥാപിക്കാമെന്നാണ്. ഓരോ പാളികളിൽ നിന്ന് 3 സാമ്പിളുകൾ ആണ് മുറിച്ചെടുത്തത്. മുറിച്ചു മാറ്റിയ ഭാഗങ്ങളിലെ വിടവ് എന്ത് ചെയ്യണമെന്ന് ദേവസ്വം ബോർഡ് പിന്നീട് യോഗം ചേർന്നതിന് ശേഷമായിരിക്കും തീരുമാനിക്കുക. വലിയ ഭാഗങ്ങൾ മുറിച്ചെടുക്കാതെ വഴിയില്ലെന്ന് അന്വേഷണ സംഘം അറിയിച്ചതിന് പിന്നാലെയാണ് ഓരോ പാളികളിൽ നിന്നും വലിയ സാമ്പിളുകൾ ശേഖരിച്ചത്. നേരത്തെ എടുത്ത സാമ്പിളുകൾ പരിശോധനയ്ക്ക് മതിയായിരുന്നില്ല. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സ്വർണ്ണപ്പാളികളിൽ നിന്നും പ്രത്യേകിച്ച് ദ്വാരപാലക ശില്പത്തിൽ നിന്നൊക്കെ കൈയുടെ ഭാഗമൊക്കെ എടുത്ത് SIT വിദഗ്ധ പരിശോധനയ്ക്കായി സാമ്പിൾ ശേഖരിച്ചത്. ഓരോ പാളികളിൽ നിന്നും സാമ്പിൾ ശേഖരിക്കുകയും അത് പ്രത്യേകം തയ്യാറാക്കിയ മുറിയിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്ന് അതിൻ്റെ അളവടക്കമുള്ള കാര്യങ്ങൾ ചിട്ടപ്പെടുത്തിയതിന് ശേഷമാണ് ഇതിൽ നിന്ന് സാമ്പിളുകൾ ശേഖരിച്ച് നേരത്തെ SIT ഇവിടെ എത്തി പരിശോധന നടത്തിയിരുന്നു. പക്ഷേ ആ പരിശോധന മതിയാവില്ലെന്നുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ അതിൽ പല സംശയങ്ങളും നിലനിന്നിരുന്ന അടിസ്ഥാനത്തിലാണ് പിന്നീടും SIT ഹൈക്കോടതിയെ സമീപിക്കുന്നു. ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം വീണ്ടും ശബരിമല സന്നിധാനത്തെത്തി പാളികൾ ശേഖരിച്ചത്. SIT തലവൻ S ശശിധരന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ശബരിമലയിൽ പാളികൾ ശേഖരിച്ചത്. പ്രത്യേകിച്ചും കുംഭമാസ പൂജകൾക്കായി ശബരിമല നട തുടർന്നതിന് പിന്നാലെ ശശിധരന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടെ എത്തുകയും ശ്രീകോവിൽ ഉടനെ തന്നെ ഈ പറയുന്ന സംഘം ശ്രീകോവിലിന് ചുറ്റും അളവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുത്തതിന് ശേഷം പരിശോധന ആരംഭിക്കുകയായിരുന്നു. ഏറ്റവും നിർണായകമായ പരിശോധന തന്നെയാണ് സന്നിധാനത്ത്. കാരണം ഹൈക്കോടതിയുടെ പ്രത്യേക നിർദ്ദേശമുണ്ടായിരുന്നു എത്രയും വേഗം തന്നെ കുറ്റപത്രം സമർപ്പിക്കണമെന്നുള്ളത്. ആ കുറ്റപത്രം സമർപ്പിക്കണമെങ്കിൽ ഇവിടുന്ന് എടുത്ത സാമ്പിളുകളിൽ ഏതെങ്കിലും തരത്തിലുള്ള സ്വർണത്തിന് ലോപം സംഭവിച്ചിട്ടുണ്ടോ, മറ്റേതെങ്കിലും ലോഹങ്ങൾ ഇതുമായി ഉരുക്കി ചേർത്തിട്ടുണ്ടോ, തക്ക വിധത്തിലുള്ള അന്വേഷണം നടക്കേണ്ടതുകൊണ്ട് അതിന് കൂടുതൽ സാമ്പിളുകൾ SITക്ക് ശേഖരിക്കേണ്ടതുണ്ട്. നേരത്തെ എടുത്തിരുന്ന സാമ്പിളുകൾ അത് തൃപ്തികരമല്ല എന്നുള്ള വിധിയുടെ അടിസ്ഥാനത്തിലാണ് വീണ്ടും SIT സംഘം എത്തി വലിയ സാമ്പിളുകൾ ശേഖരിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ദ്വാരപാലക ശില്പത്തിന്റെ കൈയിൽ നിന്നാണ് സാമ്പിളുകൾ ശേഖരിച്ചത്. ഏതെങ്കിലും തരത്തിലുള്ള ലോഭം ഈ സ്വർണത്തിന് സംഭവിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ചെമ്പടക്കമുള്ള ലോഹങ്ങൾ ഇതുമായി ഉരുക്കി ചേർത്ത് ഇതിന്റെ പകിട്ട് വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ, ഏതെങ്കിലും തരത്തിലുള്ള കൊള്ള ഇതിന്റെ ഭാഗമായിട്ട് നടന്നിട്ടുണ്ടോ എന്ന് സ്ഥിരീകരിക്കുവാൻ വേണ്ടി SIT നടത്തുന്ന നിർണായക പരിശോധനയുടെ ഭാഗമായിട്ടാണ് 2 ദിവസം നീണ്ടുനിന്ന പരിശോധന ശബരിമലയിൽ നടന്നത്. ഏകദേശം
2 ദിവസം കുംഭമാസ പൂജകൾക്കായി 5 മണിക്ക് നട തുറന്നതിൻ്റെ അതേസമയം തന്നെയാണ് സംഘം ഇവിടെ എത്തി സാമ്പിളുകളൊക്കെ ശേഖരിക്കാൻ തുടങ്ങിയത്. ഇന്നലെ 5 മണിയോടുകൂടിയാണ് ഈ സാമ്പിൾ ശേഖരണം അവസാനിച്ചത്.